ആചാര്യ ചാണക്യനൊരിക്കൽ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നീതിമാൻ പട്ടിണി കിടക്കുമ്പോഴും അനീതി പ്രവർത്തിക്കുന്നവൻ കൊട്ടാരത്തിൽ വാഴുന്നത് കണ്ട് നീ നിന്റെ പാത മാറ്റരുത്. കാരണം പ്രകൃതി ദുഷ്ടനെ പോഷിപ്പിക്കുന്നത് അവനെ കൂടുതൽ ഉയരത്തിൽ നിന്ന് വീഴ്ത്താൻ വേണ്ടിയാണ്. ലോകം കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വലിയ തന്ത്രജ്ഞനായ ചാണക്യൻ അധർമ്മത്തിന്റെ താൽക്കാലിക വിജയത്തെക്കുറിച്ച് കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ദുഷ്ടന്മാരുടെ ആഡംബര ജീവിതം കണ്ട് നാം പലപ്പോഴും അസ്വസ്ഥരാകാറുണ്ട്. എന്തുകൊണ്ടാണ് ചതിയന്മാർക്ക് ലോകം കീഴ്പ്പെടുന്നത്? എന്തുകൊണ്ടാണ് ക്രൂരന്മാർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ലഭിക്കുന്നത്? ഇതിനു പിന്നിൽ കേവലം ഭാഗ്യമല്ല, മറിച്ച് മനുഷ്യന്റെ ചിന്താശക്തിയെ വെല്ലുവിളിക്കുന്ന 7 നിഗൂഢ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെക്കുറിച്ചും ഒടുവിൽ അവരെ കാത്തിരിക്കുന്ന ഭയാനകമായ അന്ത്യത്തെക്കുറിച്ചും ആഴത്തിൽ പ്രതിപാദിക്കുന്ന ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റിമറിക്കും. ചാണക്യനീതിയുടെ അഗ്നിജ്വാലകളിലേക്ക് നമുക്കിറങ്ങിച്ചെല്ലാം. ഒന്നാമതായി നാം മനസ്സിലാക്കുന്നത് മനസാക്ഷിയുടെ പൂർണ്ണമായ നിശബ്ദതയെക്കുറിച്ചാണ്. ആചാര്യ ചാണക്യൻ പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഭാരം അവന്റെ മനസാക്ഷിയാണ് എന്നാണ്. ഒരു നല്ല മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോൾ അവന്റെ ഉള്ളിലെ ആത്മാവ് വിറയ്ക്കുന്നു, അവന്റെ പാദങ്ങൾ തടയുന്നു. എന്നാൽ ദുഷ്ടന്മാരുടെ കാര്യത്തിൽ ഈ മനസാക്ഷി പൂർണ്ണമായും മരവിച്ചു പോയിരിക്കുന്നു. അവർക്ക് മറ്റൊരാളെ വഞ്ചിക്കുമ്പോഴോ പാവപ്പെട്ടവന്റെ അവകാശം തട്ടിയെടുക്കുമ്പോഴോ ഉള്ളിൽ യാതൊരു വിങ്ങലും ഉണ്ടാകാറില്ല. ഈ മാനസിക ഭാരമില്ലായ്മ അവർക്ക് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അമിതമായ വേഗത നൽകുന്നു. ധർമ്മത്തെക്കുറിച്ച് ചിന്തിക്കാത്തത് കൊണ്ട് അവർക്ക് ഏത് മാർഗവും സ്വീകരിക്കാം. ലക്ഷ്യം നേടാൻ അവർക്ക് സ്നേഹമോ കരുണയോ തടസ്സമാകുന്നില്ല. ഈ നിഷ്ഠൂരമായ മാനസികാവസ്ഥയാണ് അവരെ തുടക്കത്തിൽ മറ്റുള്ളവരെക്കാൾ വേഗത്തിൽ ലക്ഷ്യത്തിലെത്താൻ സഹായിക്കുന്നത്. അവർ നേടുന്ന ഈ മെച്ചപ്പെട്ട ജീവിതം യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിലെ മനുഷ്യത്വത്തെ കൊന്നുണ്ടാക്കിയ ഒരു ശ്മശാനമാണ്. രണ്ടാമത്തെ കാരണം അധർമ്മത്തിലൂടെ അതിവേഗ പാതകൾ തെളിയുന്നു എന്നുള്ളതാണ്. സത്യത്തിന്റെ പാത ഇപ്പോഴും പർവ്വതാരോഹണം പോലെയാണ്. ഓരോ ചുവടും ശ്രദ്ധയോടെ കഠിനാധ്വാനത്തോടെ വേണം വെക്കാൻ. എന്നാൽ അധർമ്മത്തിന്റെ വഴി ഒരു കൊക്കയിലേക്കുള്ള വീഴ്ച പോലെയാണ്. അധ്വാനം കുറവും വേഗത കൂടുതലുമാണ്. ദുഷ്ടന്മാർക്ക് നിയമങ്ങളില്ല, അവർക്ക് ആചാരങ്ങളില്ല. നുണകൾ കൊണ്ടും ചതികൾ കൊണ്ടും അവർ ഒരു കൃത്രിമ സ്വർഗം പണിയുന്നു. ചാണക്യൻ പറയുന്നു, അധർമ്മം കൊണ്ട് നേടുന്ന സമ്പത്ത് ഒരു കുപ്പിയിലെ വെള്ളം പോലെയാണ്. അത് പെട്ടെന്ന് നിറയും, പക്ഷേ അതിൽ മാലിന്യം കലർന്നിരിക്കും. അവർക്ക് മറ്റുള്ളവർ 10 വർഷം കഷ്ടപ്പെട്ട് നേടുന്നത് ഒരു രാത്രി കൊണ്ട് നേടാൻ സാധിക്കുന്നത് അവരുടെ കുറുക്കു വഴികൾ കൊണ്ടാണ്. ഈ കുറുക്കു വഴികളിലൂടെ അവർ നേടുന്ന സുഖസൗകര്യങ്ങൾ കണ്ട് ലോകം അമ്പരക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ അടിത്തറ കേവലം മണൽ കൊണ്ടുള്ളതാണ് എന്ന് അവർ തിരിച്ചറിയുന്നില്ല. മൂന്നാമത്തെ കാരണം ഭയത്തെ മൂലധനമാക്കിയുള്ള അധികാര നിർമ്മിതികളാണ്. സ്നേഹത്തെക്കാൾ വേഗത്തിൽ മനുഷ്യരെ കീഴടക്കാൻ ഭയത്തിന് കഴിയുമെന്ന് ദുഷ്ടന്മാർ വിശ്വസിക്കുന്നു. ചാണക്യൻ നന്ദരാജാവിനെ കുറിച്ച് പറഞ്ഞതുപോലെ, പ്രജകളെ ഭയപ്പെടുത്തുന്ന രാജാവ് സ്വന്തം നാശത്തിന് വിത്തുപാകുകയാണ്. ദുഷ്ടന്മാർ തങ്ങളുടെ സാമ്രാജ്യങ്ങൾ പണിയുന്നത് മറ്റുള്ളവരുടെ ഭയത്തിന് മുകളിലാണ്. ഈ ഭയം കാരണം ആരും അവരെ എതിർക്കുന്നില്ല. സത്യം വിളിച്ചു പറയാൻ ആരും ധൈര്യപ്പെടുന്നില്ല. ഈ നിശബ്ദതയെ അവർ തങ്ങളുടെ അംഗീകാരമായി കാണുന്നു. ആഡംബര കാറുകളിലും സെക്യൂരിറ്റി വലയങ്ങളിലും അവർ വാഴുമ്പോൾ പുറമെ നിന്ന് കാണുന്നവർക്ക് അത് വലിയൊരു വിജയമായി തോന്നാം. എന്നാൽ താൻ വിതച്ച ഭയം എന്നെങ്കിലും ഒരു കൊടുങ്കാറ്റായി തിരിച്ചു വരുമെന്നും അന്ന് തൻ്റെ ഈ അധികാരം തകർന്നു വീഴുമെന്നും അവർ മനസ്സിലാക്കുന്നില്ല. മനുഷ്യബന്ധങ്ങൾ ഒരു ചങ്ങല പോലെയാണ്. അത് നമുക്ക് സുരക്ഷിതത്വം നൽകുന്നുണ്ട് എങ്കിലും നമ്മുടെ സ്വാർത്ഥതയ്ക്ക് അത് തടസ്സമാണ്. ദുഷ്ടന്മാർ ഈ ചങ്ങലകൾ തകർത്തെറിയുന്നു. അവർക്ക് സൗഹൃദമോ ബന്ധുത്വമോ ഇല്ല, അവർക്ക് ലാഭം മാത്രം. ചാണക്യൻ നിരീക്ഷിച്ചതുപോലെ സമ്പത്തില്ലാത്തവൻ ബന്ധുക്കളാൽ പോലും ഉപേക്ഷിക്കപ്പെടുന്നു. എന്നാൽ സമ്പത്തുള്ളവനെ തേടി ലോകം വരുന്നു. ഈ തത്വം മുതലെടുത്ത് അവർ ബന്ധങ്ങളെ ചവിട്ടിമെതിച്ചു മുന്നേറുന്നു.
വിശ്വസിച്ചവരെ ഒറ്റിക്കൊടുക്കുമ്പോൾ ലഭിക്കുന്ന സാമ്പത്തിക ലാഭം അവർക്ക് വലുതാണ്. ഈ കൊടും ചതികളിലൂടെ അവർ പടുത്തുയർത്തുന്ന ജീവിതം തിളക്കമുള്ളതായിരിക്കാം. പക്ഷേ അതാരുമില്ലാത്ത ഒരു ഏകാന്ത ദ്വീപാണ്. പുറമെ കാണുന്നവരുടെ ആദരവ് ഭയം കൊണ്ടോ പണം കൊണ്ടോ ഉണ്ടാക്കിയ കപടത മാത്രമാണ്. അഞ്ചാമത്തെ കാരണം കപടമായ മാന്യതയുടെ മറയാണ്. അതിബുദ്ധിമാന്മാരായ ദുഷ്ടന്മാർ ലോകത്തിനു മുന്നിൽ വലിയ ജീവകാരുണ്യ പ്രവർത്തകരായി അഭിനയിക്കുന്നു. തങ്ങൾ സമ്പാദിക്കുന്ന അനീതിയുടേതായ സമ്പത്തിന്റെ ചെറിയൊരു ഭാഗം അവർ ധർമ്മസ്ഥാപനങ്ങൾക്ക് നൽകി സമൂഹത്തിൽ വലിയൊരു സൽപ്പേരുണ്ടാക്കിയെടുക്കുന്നു. ചാണക്യൻ ഇതിനെ വിളിക്കുന്നത് വിഷം പുരട്ടിയ മധുരമെന്നാണ്. ഈ കപടവേഷം കണ്ട് ജനങ്ങൾ അവരെ പുകഴ്ത്തുന്നു, അധികാരികൾ അവരെ ബഹുമാനിക്കുന്നു. ഈ സാമൂഹിക അംഗീകാരം അവർക്ക് കൂടുതൽ തണലൊരുക്കുന്നു. അവരുടെ തെറ്റുകൾ മറച്ചു പിടിക്കാൻ ഈ മാന്യതയുടെ മറ അവരെ സഹായിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ കണ്ണുകളിൽ ഈ നാടകങ്ങൾ അർത്ഥശൂന്യമാണ് എന്നും സത്യം പുറത്തു വരുന്ന നിമിഷം ഈ മാന്യതയുടെ കോട്ടകൾ തകർന്ന് അവർ ലോകത്തിനു മുന്നിൽ നഗ്നരാക്കപ്പെടുമെന്നും അവർ ഭയപ്പെടുന്നില്ല. ആറാമത്തെ കാരണം സമ്പത്തിനോടുള്ള അവരുടെ അമിതമായ ആസക്തിയാണ്. ദുഷ്ടന്മാർക്ക് ജീവിതത്തിന്റെ ലക്ഷ്യമെന്നത് ഭൗതിക സുഖങ്ങൾ മാത്രമാണ്. ചാണക്യൻ പറയുന്നു, ആഗ്രഹങ്ങൾക്ക് അതിരുകളില്ലാത്തവൻ ലോകത്തിലെ ഏറ്റവും വലിയ ദരിദ്രനാണ്. പണം നേടാനായി അവർ രാപ്പകലോടുന്നു. ഈ തീവ്രമായ ഓട്ടം അവർക്ക് വലിയ ബാങ്ക് ബാലൻസും ആഡംബര വീടുകളും നൽകുന്നു. നമുക്കത് മെച്ചപ്പെട്ട ജീവിതമായി അനുഭവപ്പെടുന്നു. എന്നാൽ സത്യമെന്തെന്നാൽ അവർക്ക് ലഭിക്കുന്ന ഈ സുഖങ്ങൾ വെറും ശരീരത്തിൻ്റേത് മാത്രമാണ്. അവരുടെ ആത്മാവ് സമാധാനമില്ലാതെ ഉഴലുകയാണ്. സ്വർണ്ണക്കട്ടിലിൽ കിടന്നാലും ഉറക്കം ലഭിക്കാത്ത, ലക്ഷങ്ങൾ മുടക്കി ഭക്ഷണം വാങ്ങിയാലും വിശപ്പില്ലാത്ത ഒരവസ്ഥയിലേക്ക് അവർ എത്തുന്നു. അവരുടെ ഭാഗ്യമായ തിളക്കം അവരുടെ ആന്തരികമായ ഇരുട്ടിനെ മറയ്ക്കാനുള്ള ഒരു പാഴ്ശ്രമം മാത്രമാണ്. ഏഴാമതായി നാം മനസ്സിലാക്കേണ്ടത് പ്രകൃതിയുടെ പരീക്ഷണവും അന്ത്യശാസനവുമാണ്. ആചാര്യ ചാണക്യൻ വിശ്വസിക്കുന്നത് പ്രകൃതിയുടെ നിയമം നീതിയുക്തമാണ് എന്നാണ്. ഒരു ദുഷ്ടനെ അവന്റെ അഹങ്കാരത്തിന്റെ ഉച്ചകോടിയിൽ എത്തിക്കുന്നത് പ്രകൃതിയാണ്. ഇത് അയാൾക്ക് ലഭിക്കുന്ന അനുഗ്രഹമല്ല, മറിച്ച് ശിക്ഷയ്ക്ക് മുൻപുള്ള പരീക്ഷണമാണ്. താൻ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നും തനിക്കെന്ത് അധർമ്മവും ചെയ്യാമെന്നും അവൻ വിശ്വസിക്കുന്ന നിമിഷം അവന്റെ പതനം തുടങ്ങുകയാണ്. പാപം അതിന്റെ പാരമ്യത്തിലെത്തുമ്പോൾ വിധി അതിന്റെ ഗത ഉയർത്തും. അന്ന് അവൻ സമ്പാദിച്ച പണമോ അവൻ പേടിപ്പിച്ചു നിർത്തിയ ആളുകളോ അവനെ രക്ഷിക്കാൻ എത്തുകയില്ല. പന പോലെ വളർന്നവന്റെ വീഴ്ച അത്രമേൽ ഭയാനകമായിരിക്കും. പ്രകൃതി നൽകുന്ന ഈ മെച്ചപ്പെട്ട ജീവിതം യഥാർത്ഥത്തിൽ ഒരു ബലിമൃഗത്തിന് നൽകുന്ന അവസാന വിരുന്നിന് തുല്യമാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആചാര്യ ചാണക്യന്റെ ഈ വരികൾ എപ്പോഴും ഓർക്കുക. ധർമ്മം ജയിക്കും എന്നത് ഒരു തത്വമല്ല, അത് പ്രപഞ്ചത്തിന്റെ നിയമമാണ്. ദുഷ്ടന്മാർക്ക് ലഭിക്കുന്ന ഈ താൽക്കാലിക തിളക്കം കണ്ട് നിങ്ങളുടെ സത്യസന്ധതയെ വിൽക്കരുത്. നിങ്ങൾ ഇന്നനുഭവിക്കുന്ന ദാരിദ്ര്യമോ കഷ്ടപ്പാടോ അധർമ്മത്തിലൂടെ മാറുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ട് എങ്കിൽ അത് വലിയൊരു ചതിയാണ്. നന്മയുടെ വഴിയിൽ സഞ്ചരിക്കുന്നവർക്ക് ഉറക്കത്തിൽ സമാധാനവും ജീവിതത്തിൽ സംതൃപ്തിയും ലഭിക്കും. കൊട്ടാരത്തിൽ ഉറക്കമില്ലാതെ കഴിയുന്ന ദുഷ്ടനേക്കാൾ എത്രയോ ഭാഗ്യവാനാണ് തൻ്റെ ചെറിയ കുടിലിൽ സമാധാനമായി ഉറങ്ങുന്ന ഒരു നീതിമാൻ. കാലം അതിൻ്റെ കണക്ക് പുസ്തകം കൃത്യമായി സൂക്ഷിക്കുന്നുണ്ട്. അവിടെ അനീതിക്ക് ശിക്ഷയും നന്മയ്ക്ക് സമ്മാനവും ഉറപ്പാണ്. പന പോലെ വളരാൻ ശ്രമിക്കാതെ മറ്റുള്ളവർക്ക് തണലേകുന്ന ഒരു ആൽമരമായി വളരാൻ ശ്രമിക്കുക. സത്യത്തിൻ്റെ വഴി കഠിനമായിരിക്കാം, പക്ഷെ അതിൻ്റെ ലക്ഷ്യസ്ഥാനം നിത്യമായ സന്തോഷമാണ്. ചാണക്യന്റെ ബുദ്ധിയും ഹൃദയത്തിലെ നന്മയും നിങ്ങളെ നയിക്കട്ടെ. ഓർക്കുക, അധർമ്മത്തിന്റെ സാമ്രാജ്യങ്ങൾ തകരും, ധർമ്മത്തിന്റെ ജ്യോതിസെന്നും പ്രകാശിക്കും. വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്രദമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ കണ്ട എല്ലാ സ്നേഹിതർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.